പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയുടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എന്റെ മക്കളെ, നിയോഗം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് സഭയിലെ എല്ലാ സഭകളിലും നോൻപ് ആരംഭിച്ച് ഞങ്ങൾ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ്. നോൻപിൻ്റെ ആവശ്യപ്പെടുന്ന വിശുദ്ധീകരണം ഞങ്ങളുടെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നൽകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നോൻപിൻ്റെ ജാഗ്രതയോടെ ജീവിക്കുവാനും ദൈവസ്നേഹത്തെ വളരുവാനും സുവിശേഷ സാക്ഷികളാകുവാനും സഭയെ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ അമ്മ പരിശുദ്ധ അമ്മ ദൈവമാതാവേ, സഭയ്ക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാള ദൈവശക്തിയാൽ ഞാൻ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകളെല്ലാം കർത്താവിൻ്റെ കൈകളിലാണ്. അത് എറിഞ്ഞുപോയ കല്ല് പോലെയാണ്. അതിനെ നിയന്ത്രിക്കണം, നയിക്കേണ്ടത്, ഉന്നതമായ വിജയം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കേണ്ടതും ഞങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി അങ്ങയുടെ കൃപ കൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ ദൃശ്യനദിയിൽ എഴുതിപ്പോയ എല്ലാ പരീക്ഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുതിയ പരീക്ഷ എഴുതാൻ +1 ഒരുങ്ങുന്നുണ്ട് ഈശോയെ, അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരീക്ഷ വിദ്യാർത്ഥികളെല്ലാം കർത്താവിന് അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ബുദ്ധി, ബോധം, ഓർമ്മ, ശക്തി, ഓർമ്മയിൽ നിന്ന് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ, അത് ജോലി ചെയ്യുന്നവർ, കൂലി ചെയ്യുന്നവർ എല്ലാവരുടെയും മേൽ കർത്താവിൻ്റെ കരുണ കർത്താവെ പല കാര്യത്തിലും പലതരത്തിലും സാമ്പത്തികമായ മാന്ദ്യവും സാമ്പത്തികമായ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവരും സാമ്പത്തികമായ കടങ്ങളിൽ പെട്ടുപോകുന്നവരും കർത്താവെ അങ്ങനെ പലതരത്തിലുള്ള വ്യക്തകൾ അനുഭവിക്കുന്നവരുണ്ട്. ഈശോയെ ഒന്നുകൂടെ 1:4 പ്രാർത്ഥിക്കുന്നു. ഹെൽപ് ദോസ് ഹു ഹാവ് കൈൻഡ് ഓഫ് ട്രബിൾസ്. കൃപാസനത്തിൻ്റെ ആപ്തവാക്യമാണത്. എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നത് സഹായിക്കാൻ വേണ്ടി പരിശുദ്ധ അൾത്താറെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിൻ്റെ അപൂർവമായ സ്ഥലമാണ് കൃപാസനത്തിൻ്റെ അൾത്താര. ഓർത്തുകൊണ്ടും അമ്മയുടെ പ്രത്യക്ഷനെ ഓർത്തുകൊണ്ടും ഇന്നീ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് മനുഷ്യരോട് അമ്മ അലിവ് തോന്നണമേ. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, വീട്ടിൽ സമാധാനം ഇല്ലാത്തവരുണ്ട്, വൈവാഹിക ജീവിതത്തിൽ തകർച്ചയുള്ളവരുണ്ട്. കർത്താവെ അതിനേക്കുള്ളവർ കർത്താവ് പിരിഞ്ഞു പോകാൻ പോകുന്നവരുണ്ട്. എൻ്റെ കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരെയും പ്രാർത്ഥന സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, പിരിച്ചുവിടപ്പെട്ടവർ, അത് വീണ്ടും തിരിച്ചെടുക്കപ്പെടുന്നതിന് കർത്താവിൻ്റെ കരുണ അവരൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക ബാധ്യത കൊണ്ട് കടങ്ങളെ കൊണ്ടും പുരയിടങ്ങൾ വിൽക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ പലതരത്തിൽ ജപ്തിനോട് ഭീഷണിയെ നേരിടുന്നവരുണ്ട്. കർത്താവ് അവരെല്ലാം ഈ പ്രാർത്ഥന പരിധി കൊണ്ടുവരുന്നു. അവരെല്ലാം നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മമാരെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ ആഴ്ചയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ആശുപത്രി കഴിയുന്ന പ്രസവത്തിന് വേണ്ടി ആശുപത്രി കഴിയുന്ന അമ്മമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ വിവാഹത്തിൽ ഒരുങ്ങുന്ന കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ വഴക്കുകൾ, വിദ്വേഷങ്ങൾ, പറഞ്ഞു തീർക്കാൻ പോകുന്ന ശ്രമങ്ങൾ അതെല്ലാം വിജയിച്ച സമാധാനത്തെ അവസാനിക്കാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ നമ്മളെ നോൻപിലാണ്. ലത്തീൻ സഭയിൽ ഇന്ന് നോൻപ് ആരംഭിക്കുകയാണ്. ബുധനാഴ്ച സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയിലുമൊക്കെ തിങ്കളാഴ്ച നോൻപ് ആരംഭിച്ചെന്ന് ഞാൻ കരുതുന്നു. ചില സഭകളിൽ തന്നെ ബുധനാഴ്ചയാണ് നോൻപ്. എനിവേ നമ്മൾ സഭ ഒരുമിച്ച് നോൻപിലേക്ക് പ്രവേശിക്കുകയാണ്. നോൻപിൻ്റെ പെട്ടകത്തിലേക്ക് നോഹയുടെ കൂടെ എല്ലാ നല്ല മൃഗങ്ങളുടെ കൂടെ ചീത്ത മൃഗങ്ങൾ പ്രവേശിച്ചതുപോലെ നോൻപ് കാലത്ത് പ്രത്യേക പിശാചുകൾ ഇറങ്ങി സൂക്ഷിച്ചേക്കണം. സഭയ്ക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും നോൻപ് കാലത്താണെന്ന് മറന്നു പോകരുത്. കഴിഞ്ഞ കാലത്ത് കുറേ കാലത്തെ ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട്. നോൻപ് കാലത്താണ് സഭ കൂടുതലും പ്രതിരോധത്തിലാകണത്. സിനിമകൾ നമുക്കെതിരെ, നമ്മളിലുള്ളിലും നമ്മുടെ ഉൾക്കെതിരെയും വരുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ ജാഗ്രതയോടെ. അതുകൊണ്ട് നോൻപെടുത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നവർ സഭയുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും നിലനിൽപ്പിനും അതിജീവനത്തിനും സുവിശേഷ സാക്ഷീകരണത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സഭയാണ് നോൻപിൻ്റെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ, നിയോഗം. അതുപോലെ തന്നെ കുടുംബവും, അതുപോലെ വ്യക്തികളുടെ ശക്തീകരണം എല്ലാം നമുക്കറിയാം. ഇതെല്ലാം നടക്കുന്നത് ഒറ്റ കാര്യത്തിലാണ്. എന്താണ്? ഈ പത്രോസിനൂടെ ഇദൂമിയക്കാരും പേത്രിയക്കാരും മെസ്സൊപ്പൊട്ടോമിയക്കാരും ഇങ്ങനെ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോഴാണ് പത്രോസിൻ്റെ പെന്തക്കോസ്ത മഹോത്സവം, പത്രോസിൻ്റെ പ്രഭാഷണവും പെന്തക്കോസ്ത മഹോത്സവവും. അപ്പോൾ ജനങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഈ ഭൂമി പരിശുദ്ധാത്മാവ് നിറയുന്ന ഭയങ്കര മനോഹരമായ കാഴ്ച കാണുകയും ഓരോരുത്തരും തങ്ങളുടെ ഭാഷയിലെ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ വിസ്മയിച്ച് ചോദിക്കും, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആൾക്കാർക്ക് കൊതിയായി. യഥാർത്ഥ ദൈവത്തിൻ്റെ ചൈതന്യം ശക്തിയും കണ്ടു നിൽക്കുന്നതിന് കൊതി വരും. പക്ഷെ കൊതി വരുമ്പോഴും അതിന് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് ബൈബിള് പറയുന്നുണ്ട്. എന്താണ്? ഈ ആത്മാവിനെ പത്രോസിന് അന്നുവരെ അറിയത്തില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ അവിടുന്ന് പരിശുദ്ധാത്മ അയക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ജനങ്ങൾക്ക് ഈ പരിശുദ്ധാത്മ കിട്ടാൻ എന്താണ് പോംവഴിയെന്നതിനെക്കുറിച്ചൊരു ഐഡിയ പത്രോസിനില്ലായിരുന്നു. അവരെല്ലാവരും ദൈവത്തെ പഠിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ ഇതുപോലെയുള്ള ടൈം ടു ടൈം വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ആത്മാവിൻ്റെ പ്രത്യേക ഉൾപ്രേരണ കൊണ്ടാണത് ആയതുകൊണ്ട് ജനങ്ങൾ അപ്പോസ്തലനോട് ചോദിച്ചു, വാട്ട് വി ഷുഡ് ഡു ടു റിസീവ് ദിസ് ഹോളി സ്പിരിറ്റ്. പത്രോസ് അപ്പോൾ പറയണത് ഈശോ പണ്ട് പഠിപ്പിക്കാത്ത കാര്യമാണ്. അദ്ദേഹത്തിന് പരിശുദ്ധാത്മ പഠിപ്പിച്ച കാര്യമാണ്. എന്താണ്? റിപ്പന്റ്, നിങ്ങൾ പശ്ചാത്തപിച്ച ഞങ്ങളെപ്പോലെ ആത്മാവ് നിങ്ങൾക്കും കിട്ടും. പശ്ചാത്താപം മുൻപ് കാലത്ത് ഏറ്റവും വലിയൊരു സംഭവമാണ്.
ശരിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. എപ്പോഴും ചിന്തിക്കേണ്ട വിഷയമേ, കരിക്കുഴിയൊക്കെ ഇട്ട് ആഘോഷമായിട്ട് നടക്കുന്നതും ഞാൻ നോൻപിലാണെന്ന് മറ്റുള്ള ധരിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കരിക്കുറി ഒരു മാർഗം മാത്രമുണ്ട്, അടയാളം. എന്താണ്? പശ്ചാത്താപം. നമ്മളെടുത്ത പശ്ചാത്താപം നമ്മളെ തന്നെ അനുസ്മരിപ്പിക്കുകയും സമൂഹത്തിന് പശ്ചാത്താപത്തിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന സ്ഥലമായി നമ്മളെ തന്നെ മാറ്റുകയും ചെയ്യാൻ. എന്താണ്? ഒരു കുരിശ്, നമ്മുടെ കരിക്കുരിശ് നമ്മൾ ഇടുമ്പോൾ അത് പശ്ചാത്താപത്തിൻ്റെ ഓർമ്മ സൂചകമായിട്ട് മറ്റുള്ളവരെയും പശ്ചാത്താപത്തിൽ നയിക്കുകയാണ്. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. എന്താണ്? പിന്നെ എന്താണ്? യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കുവിൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയാണ് പശ്ചാത്തപിക്കുന്നത്. അല്ലാതെ ഞാൻ പച്ചക്കറി ഉപേക്ഷിച്ചു, ഞാൻ ഫുൾ നോൻപാണ്, ഞാൻ ഹാഫ് നോൻപാണ്, ഇങ്ങനെയൊക്കെ. നോൻപെല്ലാം ഒരു മാർഗമാണ്. പച്ചക്കറി കഴിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് എത്രയും നേരത്തെ പരിശുദ്ധാത്മാവ് കിട്ടേണ്ടതായിരുന്നു. കാര്യം മൊത്തം നമ്മൾ സസ്യബുക്കുകളല്ലേ, പകുതി മുക്കാലും. അപ്പം അതുകൊണ്ട് ഈ നമ്മളെ ആചാരാനുഷ്ഠാനം ഭക്ഷണപാനീയങ്ങളെക്കാൾ ഉപരി അതൊക്കെ ഒരു അബ്സ്റ്റിനേഷൻ്റെ നമ്മളൊരു ഒരുക്കമാണ് നമുക്ക് തരുന്നത്. എന്താണ് കാര്യം? നമ്മുടെ സ്വഭാവത്തെയൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ സൗമ്യത, ശാന്തതയൊക്കെ. എന്തിനാണ് ശാന്തത നമ്മൾ കൈവരിക്കുകയും പ്രാർത്ഥനയ്ക്ക് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് പറ്റുന്നൊരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈംഗിക ബന്ധങ്ങൾ പോലും അബ്സ്റ്റിനേഷന് വിധേയമാക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതായത് പരസ്പരം ഒരു ധാരണയിൽ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥിക്കാം എന്ന് തോന്നിയാൽ പരസ്പരമുള്ള അവകാശങ്ങൾ പരസ്പരം വേണ്ടെന്ന് വെക്കാവുന്നതാണെന്ന് പറയുന്നില്ലേ? അപ്പോൾ അതാണ് നോൻപെന്ന് പറയണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 7:5. പ്രാർത്ഥനാ ജീവിതത്തിനായി. ഇതാണ് പ്രാർത്ഥന. നോൻപ് കാലത്തുള്ള ചിന്തയാണ് കേട്ടോ. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന. രണ്ടുപേരും, ഒരാളെ ഏകപക്ഷമായിട്ട് തീരുമാനിക്കരുത്. അതാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്ന കുടുംബങ്ങളിലെ. കുറെ കാലത്തേക്കല്ലാതെ. ബൈബിൾ എന്ത് രസമാണല്ലേ, ഇരുവരും തീരുമാനിക്കണമെന്നാണ്. അല്ലാതെ കാര്യം ഭർത്താവിന്റെ ശരീരത്തിന് ഭാര്യയ്ക്കാണ് അവകാശം എന്ന് പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 7:4. ഭാര്യയുടെ ശരീരത്തിന്മേൽ. ഭാര്യയുടെ ശരീരത്തിനുമേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്റെ മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം. കാര്യം അതുകൊണ്ട് തന്നെയാണ് അവിശ്വസ്തത കാണിക്കുന്ന പുരുഷനും സ്ത്രീയും പരസ്പരം. അതുകൊണ്ട് ആരാണ്? ഭർത്താവാണ് അവിശ്വസ്തത കാണിക്കണമെങ്കിൽ ഭാര്യയ്ക്ക് ശാഠ്യം പിടിക്കാനും ശാസിക്കാനും അതുപോലെ തന്നെ നടപടികൾ സ്വീകരിക്കാനും അവൾ ബാധ്യതയാണ്. എന്താ കാര്യം? അവളുടെ ആ വിവാഹം എന്ന കുദാശ വഴി ഭർത്താവിൻ്റെ ശരീരത്തിന് മേൽ അവകാശം അവൾക്കാണ്. വേറെ വഴിയെ പോണവളൊക്കെ കയറി അവകാശം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവതിരുസന്നിധിയിൽ ആ മനുഷ്യനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാനുള്ള കടപ്പാട് നമുക്ക് ബാധ്യതയുണ്ട്. നേരെ തിരിച്ചു അങ്ങനെ സംഭവിക്കാം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇങ്ങനെ. അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അവകാശമുണ്ട്. പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന. രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്ന. അങ്ങനെ തീരുമാനിക്കണം നല്ലതാണ് കേട്ടോ നോൻപ് കാലത്ത്. കാര്യം ദൈവവുമായിട്ട് ഏകാഗ്രതയിൽ, പ്രാർത്ഥനയിലും ചിന്തയിലും ധ്യാനത്തിലും വൈകാരികമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നോൻപിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. കുറെ കാലത്തേക്കല്ലാതെ. കുറെ കാലത്ത് നോൻപ് കാലം, കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ. അത് കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾക്ക് ചില അസുഖങ്ങളുണ്ട്. ഭർത്താവിനെ പരിധിക്ക് നിർത്താൻ വേണ്ടി ശാരീരികമായ ബന്ധം നിഷേധിക്കും. അതുവഴി ഭയങ്കര പ്രശ്നങ്ങളല്ലേ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത്. നേരെ തിരിച്ച് സംഭവിക്കും. എനിക്ക് ഒത്തിരിയേറെ വിഷയങ്ങൾ അറിയാം ഈ വിഷയത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കാത്തൊരു കുടുംബമുണ്ട്. ഇതെല്ലാം പാപത്തിൻ്റെ വിഷയത്തിലാണ് സഭ വിശുദ്ധ ഗ്രന്ഥം കാണുന്നത്. അതുകൊണ്ട് ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെ കേൾക്കുന്ന ഒത്തിരി ആൾക്കാർ അക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, അച്ഛാ ഇത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ നോൻപല്ലേ, ഞങ്ങൾക്കിത് എന്താ ബാധകം? അതായത് നിങ്ങൾക്കറിയാവോ,
ഞാൻ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ്? തുടങ്ങിയത് മുമ്പിൽ ഈ ജനങ്ങൾ ഏത് ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പത്രോസിനോട് ചോദിക്കണത്, ഞങ്ങൾക്ക് ഈ ആത്മാവിനെ പരിശുദ്ധം കിട്ടാൻ എന്താ മാർഗമെന്ന്? അക്രൈസ്തവരാണ് ചോദിക്കുന്നത്. ഇദ്യുമേക്കാർ, പെർത്തേക്കാർ, മെസ്സപ്പൊട്ടേമിയക്കാർ, ഗ്രീക്കുകാർ, അവരെ യഹൂദരല്ല. അതായത് ജനത്തിൻ്റെ കോമൺ ക്വസ്റ്റ്യനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ജോയലിൻ്റെ ദീർഘദർശനം എന്താണ്? ഈ ആത്മാവിനെ അന്നാളുകളിൽ ഞാൻ എല്ലാവർക്കും നൽകും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ജോയൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പൊ എല്ലാവർക്കും, യഹൂദന്മാർക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും മേൽ ആത്മാവിനെ, ആരെല്ലാം പശ്ചാത്തപിക്കുന്നുവോ, ആരെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ, അതായത് എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ പാപത്തിന് പരിഹാരം ക്രിസ്തു കുരിശ് ചെയ്തെന്ന് ആര് വിശ്വസിച്ചാലും അവന് അതിൻ്റെ പേരിൽ അവൻ പശ്ചാത്തപിക്കുകയാണെന്നുണ്ടെങ്കിൽ, പാപത്തെ വെറുത്ത് ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേലെ ആത്മാവിനെ കിട്ടുമെന്നാണ് പറയണത്. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അരുളപ്പാടുകളാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തോട് പരമാവധി ഓരോ വിഷയം, ഇപ്പം ഞാനൊരു വിഷയം പറഞ്ഞില്ലേ, അതുപോലെ ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ശക്തീകരിക്കാൻ ഈ നോൻപ് കാലം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.